ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് ഇൻകം ടാക്സ് ആൻഡ് GST. നമ്മൾ ബേസിക് ഡെഫിനിഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കുറച്ച് ഡെഫിനിഷൻസ് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന് ബാക്കിയുള്ള കുറച്ച് ഡെഫിനിഷൻസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇന്ന് ഫസ്റ്റ് ക്യാപിറ്റൽ ഗുഡ്സ്. എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്നുള്ളത് നമുക്കറിയാം. എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്നുള്ളത്? ലോങ് ടേം യൂസിനുള്ള ഗുഡ്സിനെയാണ് എന്ത് പറയണത്? ക്യാപിറ്റൽ ഗുഡ്സ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മെഷീനറി, ഫർണിച്ചർ, ബിൽഡിംഗ് ഒക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 19 GST ആക്ട് ഈ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ഡിഫൈൻ ചെയ്യുന്നത് ഗുഡ്സ് ദി വാല്യൂ ഓഫ് വിച്ച് ഈസ് ക്യാപിറ്റലൈസ്ഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദി പേഴ്സൺ ക്ലെയിമിങ് ദി ക്രെഡിറ്റ്. ഓക്കെ, ആ ഒരു GST ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്ന ആളുടെ അക്കൗണ്ട് ബുക്കിൽ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ള ഒരു ഗുഡ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ആർ യൂസ്ഡ്, അത് എന്താണ് ഉപയോഗിക്കുന്നത്, ഓർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ്, ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇൻ ദി കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. എന്താണ് അത്? ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ലോങ് ടേം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഗുഡ്സിനെയാണ് നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ലോങ് ടേം യൂസിനുള്ള ഗുഡ്സ്. ഓക്കെ, സച്ച് ബിൽഡിംഗ്, മെഷീനറി, എക്യുപ്മെൻറ്റ്സ് എന്താണ് യൂസസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സോ സർവീസ്, ഗുഡ്സോ സർവീസോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബിൽഡിംഗ്, മെഷീനറി പോലുള്ള ഗുഡ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോണിക് കൊമേഴ്സ്. എന്താണ് ഇലക്ട്രോണിക് കൊമേഴ്സ് എന്നുള്ളത്? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. GST ആക്ട് 2 സബ്സെക്ഷൻ 44 എന്താണ്? GST ആക്ടിൽ ഇത് പറയുന്നുണ്ട്. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഇൻക്ലൂഡിങ് ഡിജിറ്റൽ പ്രോഡക്റ്റ് ഓവർ ഡിജിറ്റൽ ഓർ ഇലക്ട്രോണിക് നെറ്റ്വർക്ക്. ഇലക്ട്രോണിക് നെറ്റ്വർക്കിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റൽ നെറ്റ്വർക്കിലൂടെ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രോഡക്റ്റുകളോ സപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ എന്നാണ് എന്താ എന്നുള്ളത് നോക്കാം. എനി പേഴ്സൺ ഹൂ ഓൺസ്, ഓപ്പറേറ്റ്, മാനേജ് ഡിജിറ്റൽ ഓർ പ്ലാറ്റ്ഫോം ഫോർ ഇ-കൊമേഴ്സിനുള്ള പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമോ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പുള്ള പേഴ്സണെയാണ് എന്ത് പറഞ്ഞത് നമ്മൾ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ യൂബർ, ഓല പോലുള്ള ടാക്സിൻ്റെ ഒക്കെ അതൊക്കെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗുഡ്സ്. ഓക്കെ, GST ആക്ടിൻ്റെ അണ്ടറിൽ എന്താണ് ഗുഡ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗുഡ്സ് മീൻസ് ഓൾ കൈൻഡ്സ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. എന്താണ്? എല്ലാ മൂവബിൾ പ്രോപ്പർട്ടീനെയും നമ്മൾ എന്ത് പറയും? ഗുഡ്സ് എന്ന് പറയും. എക്സ്ക്ലൂഡ് അല്ലെങ്കിൽ എക്സെപ്റ്റ് എന്തൊക്കെ? മണി ആൻഡ് സെക്യൂരിറ്റീസ്. മണിയും ക്യാഷും സെക്യൂരിറ്റീസും അല്ലാത്ത ഓൾ കൈൻഡ്സ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗുഡ്സ് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെ ഉൾക്കൊള്ളും? ആക്ഷനബിൾ ക്ലെയിം അല്ലേ? ആക്ഷനബിൾ ക്ലെയിം അതിൽ ഉൾക്കൊള്ളും. മീൻസ് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ അതിൽ പെടും. അതുപോലെ തന്നെ ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ്, തിങ്സ് ഫോമിങ് പാർട്ട് ഓഫ് ലാൻഡ് അഗ്രീഡ് ടു ബി സീവേഡ് ബിഫോർ സപ്ലൈ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സപ്ലൈ. എന്താണ്? ഒരു കോൺട്രാക്ട് ഓഫ് സപ്ലൈൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ എന്താണ് ആ ഒരു സപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അത് ഭൂമിയായിട്ട് അല്ലേ ഓരോ സെപ്പറേറ്റ് ആയിട്ട് മുറിച്ച് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരുന്ന അല്ലെങ്കിൽ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ ഈ ഒരു ഗുഡ്സിൻ്റെ അണ്ടറിൽ വരും. മണി സെക്യൂരിറ്റീസ് അല്ലാത്ത എല്ലാ മൂവബിൾ പ്രോപ്പർട്ടി എന്താണ്? ഗുഡ്സാണ്. ഇപ്പോൾ മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രോയിങ് ക്രോപ്സ് മൂവബിൾ പ്രോപ്പർട്ടി അല്ല എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ക്രോപ്സൊക്കെ, പക്ഷെ അതൊക്കെ മൂവബിൾ പ്രോപ്പർട്ടീൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സർവീസസ്. സർവീസ് എന്താണ്? സർവീസ് മീൻസ് എനിത്തിങ് എന്താണ്? എല്ലാ സാധനങ്ങളും എക്സെപ്റ്റ് ഗുഡ്സ്, മണി, സെക്യൂരിറ്റീസ്. ഗുഡ്സോ മണിയോ സെക്യൂരിറ്റീസോ അല്ലാത്ത എല്ലാ സാധനങ്ങളെയും എന്താണ് പറയുന്നത് നമ്മൾ? സർവീസ് എന്ന് പറയും. അതിലെന്തൊക്കെ ഉൾക്കൊള്ളും? ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു യൂസ് ഓഫ് മണി ഇല്ലേ? ക്യാഷ് ഉപയോഗിച്ച് കൊണ്ട് നടത്തുന്ന ആക്ടിവിറ്റീസ്. ഓക്കെ, അതിൻ്റെ ഇപ്പോൾ അത് ലോണ് കൊടുക്കുക, അതിൻ്റെ മേലുള്ള സർവീസ് ചാർജ്, ഓക്കെ, ട്രാൻസാക്ഷൻ ചാർജൊക്കെ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇറ്റ്സ് കൺവേർഷൻ ഫോർ എ കൺസിഡറേഷൻ. ഇപ്പോൾ മണി കൺവേർഷൻ ഉണ്ടാവില്ലേ എക്സ്ചേഞ്ചിൽ? ഇപ്പോൾ US ഡോളർ നമ്മൾ ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്? അതിന് സർവീസ് ചാർജ് വാങ്ങുക. അതൊക്കെ എന്താണ്? ആ സർവീസൊക്കെ ഈ ഒരു സർവീസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻപുട്ട് മീൻസ് ഇവിടെ സിംപിളി ആയിട്ട് നമ്മൾ പറയാം പർച്ചേസ്. ഓക്കെ, ഓർഗനൈസേഷനിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതാണ് എന്ത്? ഇൻപുട്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, എനി ഗുഡ്സ് അതർ ദാൻ ക്യാപിറ്റൽ ഗുഡ്സ് യൂസ്ഡ് ഓർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ഓക്കെ ബൈ എ സപ്ലയർ ഇൻ ദി കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്താണ് ഒരു സപ്ലയർ എടുത്ത് എന്ത് ചെയ്യാണ്? സാധനങ്ങൾ വാങ്ങുക.
ഓക്കെ. ദെൻ ഇൻപുട്ട് ടാക്സ്. എന്താണ് ഇൻപുട്ട് ടാക്സ്? ഇൻ റിലേഷൻ ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ, ഇൻപുട്ട് ടാക്സ് മീൻസ് ദി സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ഓർ ഈവൻ ടെറിട്ടറി ടാക്സ് ചാർജ്ഡ് ഓൺ എനി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് മെയ്ഡ് ടു ഹിം. ഒരു ടാക്സബിൾ പേഴ്സണെ സംബന്ധിച്ച് ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ അത് IGST ഒ CGST ഒ SGST ഒക്കെ ആവാം. അതങ്ങനെ ഏത് ടൈപ്പിലുള്ള ഇൻപുട്ട് ടാക്സും ആവാം. ഗുഡ്സോ സർവീസോ അല്ലെങ്കിൽ രണ്ടും അയാളിലേക്ക് വരുന്നതിന്, അല്ലെങ്കിൽ അയാൾ പർച്ചേസ് ചെയ്യുമ്പോൾ അയാളിലേക്ക് വരുന്ന ആ ഒരു സപ്ലൈക്ക് അയാൾ കൊടുക്കേണ്ട ടാക്സ് ആണെന്ത്? ഇൻപുട്ട് ടാക്സ് എന്നുള്ളത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സണ് പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ആണെന്ത്? ഇൻപുട്ട് ടാക്സ് എന്നുള്ളത്. ഒന്നും കൂടെ, ഒരു രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സണ് പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ആണെന്ത്? ഇൻപുട്ട് ടാക്സ്. അതാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയ്ഡ് ടു ഹിം ആണ്. ഓക്കെ, അയാളിലേക്കാണെന്ത്? ആ ഒരു ടാക്സിൻ്റെ ലയബിലിറ്റി വരുന്നത്. അയാളാണ് ടാക്സ് അടക്കേണ്ടത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഔട്ട്പുട്ട് ടാക്സ്. എന്താണ് ഔട്ട്പുട്ട് ടാക്സ്? In relation to a taxable person, output tax means the tax chargeable under this act on taxable supply of goods or services or both made by him or by his agent but excludes tax payable by him on reverse charge basis. ഒരു ഗുഡ്സിൻ്റെയോ അല്ലെങ്കിൽ സർവീസിൻ്റെയോ സപ്ലൈ നടത്തുമ്പോൾ അയാളോ അയാളുടെ ഏജൻറ്റോ ആ ടാക്സബിൾ സപ്ലൈക്ക് പുറത്ത് ചാർജ് ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരാൾ സെയിൽസ് നടത്തുമ്പോൾ കസ്റ്റമറെ അടുത്തുനിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ്. ഒരു ടാക്സബിൾ പേഴ്സണ് എന്താണ് സെയിൽസ് നടത്തുമ്പം കസ്റ്റമർ അടുത്തുനിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണെന്ത്? ഔട്ട്പുട്ട് ടാക്സ്. ഓക്കെ, കസ്റ്റമർ അടുത്തുനിന്നാണ് കളക്ട് ചെയ്യുന്നത്. മെയ്ഡ് ബൈ ഹിം, അയാളാണത് കസ്റ്റമർ അടുത്തുനിന്ന് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് മെയ്ഡ് ബൈ ഹിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമർ അടുത്തുനിന്ന് ആരാണ്? ആ ഒരു ടാക്സബിൾ പേഴ്സണാണ് അത് കളക്ട് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ടാക്സ് ആണെന്ത്? ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ 63 ആണ് ഈ ഒരു GST ആക്റ്റിൽ പറയുന്നത്. Input tax credit means credit of input tax. In simple words, ITC means at the time of paying tax on sales, you can reduce the tax you have already paid on purchase. നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്ന ടാക്സ് നമ്മളെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് ക്രെഡിറ്റ് എടുക്കുന്നതിനാണ് അല്ലെങ്കിൽ കുറക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് ഞാൻ അടച്ചിട്ടുള്ള GST എനിക്കെൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതാണെന്ത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളത്. ഓക്കെ. ദെൻ റിവേഴ്സ് ചാർജ് സെക്ഷൻ 2 സബ്സെക്ഷൻ 98 ആണ് പറയുന്നത്. റിവേഴ്സ് ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ലയബിലിറ്റി ടു പേ ടാക്സ് ബൈ ദി റെസിപ്പിയൻറ്റ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബോത്ത് ഇൻസ്റ്റെഡ് ഓഫ് ദി സപ്ലയർ ഓഫ് സച്ച് ഗുഡ് സർവീസസ് ബോത്ത് അണ്ടർ സബ്സെക്ഷൻ 3 ഓർ സബ്സെക്ഷൻ 4 ഓർ സബ്സെക്ഷൻ 9 അണ്ടർ സബ്സെക്ഷൻ 3 ഓർ സബ്സെക്ഷൻ 4 ഓർ സെക്ഷൻ 5 ഓഫ് ദി ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. എന്താണെന്ന് വെച്ചാൽ ചില സിറ്റുവേഷനിൽ ശ്രദ്ധിക്കണേ, ചില സിറ്റുവേഷനിൽ എന്താണ് പൊതുവെ GSTൻ്റെ കേസിൽ എന്താണ് ആരാണ് ടാക്സ് അടക്കൽ? ആ ഒരു സപ്ലയറാണ് ടാക്സ് അടക്കൽ. ഓക്കെ. എന്നാൽ ചില സിറ്റുവേഷനിൽ ആ ഒരു കസ്റ്റമർ ഓക്കെ സപ്ലൈ കിട്ടുന്ന ആർക്കാണോ സപ്ലൈ കിട്ടുന്ന അല്ലെങ്കിൽ ഇൻവാൾവ് സപ്ലൈ കിട്ടുന്ന വ്യക്തി ടാക്സ് അടയ്ക്കേണ്ടി വരും. അതാണ് റിവേഴ്സ് ചാർജ്. പൊതുവെ GSTൻ്റെ കേസിൽ എന്താണ് സപ്ലയറാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ചില സിറ്റുവേഷനിൽ ആ സാധനം വാങ്ങുന്ന ആൾ അല്ലെങ്കിൽ ആ സപ്ലൈ കിട്ടുന്ന ആൾ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. അതാണെന്ത് റിവേഴ്സ് ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ടാക്സബിൾ സപ്ലൈ സെക്ഷൻ 2 സബ്സെക്ഷൻ 108 ആണ്. എ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ബോത്ത് വിച്ച് ഇസ് ലെവീഡ് ടു ടാക്സ് അണ്ടർ ദി ആക്ട്. ഓക്കെ, എന്താണ് ടാക്സ് ഉള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യണതാണ് ടാക്സബിൾ സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സപ്ലയർ. ആരാണ് സപ്ലയർ? എനി ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഷാൾ മീൻ ദി പേഴ്സൺ സപ്ലൈയിങ് ദി സൈഡ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ആൻഡ് ഷാൾ ഇൻക്ലൂഡ് ദി ഏജൻറ്റ് ആക്ടിങ് ആസ് സച്ച് ഓൺ ബിഹാഫ് ഓഫ് സച്ച് സപ്ലയർ ഇൻ റിലേഷൻ ടു ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്ന ആൾക്ക് ഇല്ലേ ആളെ ഏജൻ്റായിട്ട് നിൽക്കുന്ന ആളെ എനിക്ക് എന്ത് പറയുന്നത്? സപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ടാക്സബിൾ പേഴ്സൺ എന്താണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 107 എന്താണ് ടാക്സബിൾ പേഴ്സൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ പേഴ്സൺ ഹു രജിസ്റ്റേർഡ് ഓർ ലേബിൾ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 22. ഓക്കെ, അണ്ടർ സെക്ഷൻ 22ൻ്റെ അണ്ടറിൽ
രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ള ആളെയാണ് എന്ത് പറഞ്ഞത് നമ്മൾ ടാക്സബിൾ പേഴ്സൺ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, കമ്പൽസറി രജിസ്ട്രേഷനുള്ള ആൾ അതാണ് സെക്ഷൻ 24. ദെൻ അതുപോലെ തന്നെ ആ ഒരു ടേൺ ഓവർ 40 ലക്ഷത്തിൻ്റെ മേലെയുള്ള ആളാണ് എന്ത് ടാക്സബിൾ പേഴ്സൺ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കേണ്ട GSTൻ്റെ അണ്ടറിൽ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആൾ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു വർഷത്തിൽ ടേൺ ഓവർ 40 ലക്ഷത്തിൻ്റെ മേലെയുള്ള ആളാണെന്ത് ടാക്സബിൾ പേഴ്സൺ എന്നുള്ളത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ രജിസ്റ്റേർഡ് GST രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾ, അല്ലെങ്കിൽ നിർബന്ധമായിട്ട് എന്താണ് അണ്ടർ സെക്ഷൻ 22 സെക്ഷൻ്റെ അണ്ടറിൽ ടാക്സ് അടയ്ക്കേണ്ട ആളെയാണ് എന്ത് പറഞ്ഞത് നമ്മൾ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. ദെൻ നോൺ ടാക്സബിൾ സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 78 ആണ്. എന്താണ് GST ഇല്ലാത്ത സാധനം, ഓക്കെ, അതിൻ്റെ സപ്ലൈ ആണ് നോൺ ടാക്സബിൾ സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ബോത്ത് വിച്ച് ഈസ് നോട്ട് ലെവിയബിൾ ടു ടാക്സ് അണ്ടർ ദി ആക്ട് GST. ഓക്കെ, GSTൻ്റെ അണ്ടറിൽ ടാക്സ് ഇല്ലാത്ത ഗുഡ്സുകളെ സപ്ലൈ ആണ് നോൺ ടാക്സബിൾ സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. GSTൻ്റെ അണ്ടറിൽ വരാത്ത ഐറ്റംസ് ആൽക്കഹോൾ, അതുപോലെ തന്നെ സെയിൽ ഓഫ് ലാൻഡൊക്കെ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ